ഓരോ മണിക്കൂറിലും അമേരിക്കയുടെ നെഞ്ചത്ത് ഇറാൻ സംഹാര താണ്ഡവമാണെന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ചൈന കൂടി പിൻവാതിലൂടെ ഇറാനുമായി കൈകോർത്തതോടെ അമേരിക്കയും ഇസ്രായേലും ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അതിശക്തമായ പ്രത്യാക്രമണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ ഡ്രോൺ പടകൾ സൗദി അറേബ്യയുടെ ഹൃദയഭാഗമായ റിയാദിലേക്ക് ഇരച്ചുകയറി അമേരിക്കയുടെ സ്വാധീനം നിഷ്പ്രഭമാക്കുകയാണ്. സൗദി തലസ്ഥാനമായ റിയാദിലെ അതീവ സുരക്ഷാ മേഖലയിലുള്ള അമേരിക്കൻ നയതന്ത്ര കാര്യാലയത്തിന് നേരെ ഇറാൻ നേരിട്ട് ആക്രമണം നടത്തിയിരിക്കുകയാണ്. ചൊവ്വാഴ്ച പുലർച്ചെ റിയാദ് നഗരത്തെ നടുക്കിയ വൻ സ്ഫോടനങ്ങളോടെയാണ് ആക്രമണം തുടങ്ങിയത്. ഇറാന്റെ അത്യാധുനിക ഡ്രോണുകൾ അമേരിക്കൻ എംബസിയുടെ സുരക്ഷാ കവചങ്ങൾ ഭേദിച്ച് അകത്തേക്ക് പതിക്കുകയായിരുന്നു. ആക്രമണത്തെ തുടർന്ന് എംബസി വളപ്പിൽ വലിയ തീപിടുത്തം ഉണ്ടാവുകയും കെട്ടിടത്തിന് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ നോക്കുകുത്തികളാക്കിയാണ് ഇറാൻ ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളെ സംരക്ഷിക്കാനെന്ന വ്യാജേന വലിയ സൈനിക താവളങ്ങളാണ് അമേരിക്ക സൗദിയിൽ കെട്ടിപ്പടുത്തിരിക്കുന്നത്. എന്നാൽ സൗദിയെ കബളിപ്പിച്ച് അമേരിക്ക അവരുടെ മുഴുവൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഇസ്രായേലിനെ സംരക്ഷിക്കാനായി വകമാറ്റിയെന്ന് സൗദി ഉദ്യോഗസ്ഥർ തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്ക തങ്ങളെ ചതിച്ചുവെന്ന തിരിച്ചറിവിൽ സൗദി ഭരണകൂടം നിൽക്കെയാണ് ഇടുത്തി പോലെ അമേരിക്കൻ താവളങ്ങൾക്ക് മേൽ ഇറാൻ ഡ്രോണുകൾ തീമഴയായി പെയ്തിറങ്ങിയത്. ഇതോടെ റിയാദ്, ജിദ്ദ, ദഹ്റാൻ എന്നിവിടങ്ങളിലെ അമേരിക്കൻ ഉദ്യോഗസ്ഥരോട് അടിയന്തരമായി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ വാഷിംഗ്ടൺ ഉത്തരവിട്ട് കഴിഞ്ഞു. നിലവിൽ ഗൾഫ് മേഖലയിലുടനീളം അമേരിക്കൻ പൗരന്മാർക്ക് കടുത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ലഭ്യമായ വാണിജ്യ വിമാനങ്ങൾ ഉപയോഗിച്ച് ഉടൻ തന്നെ രാജ്യം വിടാനാണ് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇറാൻ വിപ്ലവ ഗാർഡിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പോരാട്ടത്തിൽ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും താവളങ്ങൾ ഒന്നൊന്നായി തകർക്കപ്പെടുമെന്നാണ് ഇറാൻ നൽകുന്ന മുന്നറിയിപ്പ്. റിയാദിലെ എംബസിക്ക് പുറമെ UAE-യിലും ഇറാന്റെ പ്രഹരശേഷി ദൃശ്യമായി. അബുദാബിയിലെ ഇസ്രായേൽ എംബസിക്ക് സമീപവും ദുബായിലെ പ്രധാന കേന്ദ്രങ്ങളിലും ഇറാൻ തൊടുത്തുവിട്ട ഡ്രോണുകൾ നാശം വിതച്ചു. ഇതോടെ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സാന്നിധ്യം തന്നെ വലിയ ഭീഷണിയിലായിരിക്കുകയാണ്. മേഖലയിലെ എല്ലാ അമേരിക്കൻ സൈനിക താവളങ്ങളും തങ്ങളുടെ നിരീക്ഷണത്തിലാണെന്നും ഏത് നിമിഷവും ആക്രമണം ഉണ്ടായേക്കാമെന്നും ഇറാൻ സുരക്ഷാ ഏജൻസികൾ വ്യക്തമാക്കി. ലോകത്തെ ഏറ്റവും വലിയ വ്യാപാര കേന്ദ്രങ്ങളിലൊന്നായ ദുബായിലെ ജബൽ അലി പോർട്ടിൽ വരെ സാമ്യതകളില്ലാത്ത സ്ഫോടനമാണ് ഉണ്ടായിരിക്കുന്നത്. മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ചതിനെ തുടർന്ന് തുറമുഖത്തെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഇത് ആഗോള വിപണിയെ തന്നെ ബാധിച്ചിരിക്കുകയാണ്. ഇതിന് പിന്നാലെ ഒമാനിലെ ദുഗം തുറമുഖത്തും ബഹ്റൈനിലെ അമേരിക്കൻ നാവികസേന ആസ്ഥാനത്തും ഇറാന്റെ മിസൈലുകൾ പതിച്ചു. അമേരിക്കയുമായോ ഇസ്രായേലുമായോ യാതൊരു ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്നും മേഖലയിൽ നിന്ന് വിദേശ സൈന്യം പൂർണ്ണമായും പിന്മാറുന്നതുവരെ പോരാട്ടം തുടരുമെന്നുമാണ് ഇറാന്റെ നിലപാട്. ഇറാന്റെ പുതിയ നേതൃത്വവുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആദ്യം അറിയിച്ചിരുന്നെങ്കിലും ഇറാൻ അത് തള്ളിക്കളയുകയാണ് ചെയ്തത്. അമേരിക്ക പുറത്തുവിടുന്ന കണക്കുകളേക്കാൾ വലിയ ആൾനാശമാണ് ഈ ആക്രമണങ്ങളിൽ സംഭവിച്ചിട്ടുള്ളതെന്നാണ് സൂചന. ഇറാന്റെ മിസൈൽ പ്രഹരത്തിൽ കൊല്ലപ്പെട്ട അമേരിക്കൻ സൈനികരുടെ എണ്ണം വളരെ കൂടുതലായിരിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ വെളിപ്പെടുത്തിയതായാണ് റിപ്പോർട്ടുകൾ. പെന്റഗൺ പുറത്തുവിടുന്ന കുറഞ്ഞ മരണസംഖ്യ യഥാർത്ഥ കണക്കല്ലെന്നും ഡസൻ കണക്കിന് സൈനികർ വിവിധ താവളങ്ങളിലായി കൊല്ലപ്പെട്ടിട്ടുണ്ടാകാമെന്നും പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നു. തകർന്ന വിമാനങ്ങളിലും യുദ്ധക്കപ്പലുകളിലും ഉണ്ടായിരുന്നവർക്ക് എന്ത് സംഭവിച്ചു എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. വരാനിരിക്കുന്ന വലിയ ദുരന്ത വാർത്തകൾക്കായി അമേരിക്കൻ ജനതയെ ട്രംപ് മാനസികമായി തയ്യാറെടുപ്പിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഖത്തറിലെ അൽ ഉദൈദ് എയർബേസ് ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾ ഇറാന്റെ നേരിട്ടുള്ള പ്രഹര പരിധിയിലാണ്. ചൈനയുടെ രഹസ്യ പിന്തുണയും ഇറാന്റെ സൈനിക കരുത്തും ചേരുമ്പോൾ അമേരിക്കയും ഇസ്രായേലും നിൽക്കക്കള്ളിയില്ലാതെ ഓടേണ്ടി വരുമെന്ന് ഉറപ്പാണ്. റിയാദിലെ സ്ഫോടന പരമ്പരകൾ വിരൽ ചൂണ്ടുന്നതും ഇതേ സാഹചര്യത്തിലേക്കാണ്.